നമസ്കാരമുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. പിന്നെ നമുക്കൊരു ചേച്ചി അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? കുറേ ആയി എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലെപ്പോഴും ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ട്. ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു ചേച്ചിയോ ഒരു അനിയത്തിയോ നമുക്ക് വേണം. ദൈവം അതെനിക്ക് തന്നിട്ടില്ല. എനിക്ക് 3 ആങ്ങളമാർ, ഞാനൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ എനിക്കൊരു ചേച്ചി അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തോന്നും, ഞാനൊരു ചേച്ചി വീട്ടിൽ വരെ പോട്ടെ. അല്ലെങ്കിൽ ഫോൺ കോള്, ചേച്ചി ഞാൻ നാളെ വരുന്നുണ്ട് കേട്ടോ, ഞാൻ വരുമ്പോൾ ചേച്ചിക്ക് എന്താ കൊണ്ടുവരേണ്ടത് അല്ലേ? ഓ നീ ഒന്നും കൊണ്ടുവരണ്ടടി, നീങ്ങുവാ, എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നു. ആ എനിക്കും അതെ, ചേച്ചിയെ കാണാൻ കൊതിയാവുന്നു, അപ്പം നാളെ കാണാം കേട്ടോ. അതുപോലെ അനിയത്തിനെ, എനിക്ക് എൻ്റെ അനിയത്തിനെ കാണാൻ കൊതിയാവുന്നു. എടി പെണ്ണേ ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അല്ലേ വേണ്ട, നീ ഇങ്ങോട്ട് വാ, എപ്പോഴും ഞാൻ അങ്ങോട്ട് വരാറല്ലേ, ഇങ്ങോട്ട് വാ, നമുക്ക് അടിച്ച് പൊളിക്കുക വാ. അങ്ങനെ പറയാൻ ഒരു ചേച്ചിയോ അനിയത്തിയോ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അല്ലേ? പക്ഷെ എനിക്കത് ദൈവം തന്നിട്ടില്ല. കൈ നോക്കുമ്പം ഈ കൈനോട്ടക്കാർ പറയുന്നത് ഞാനൊരു ആണായി ജനിക്കേണ്ടതായിരുന്നു, എന്തോ പെണ്ണായിപ്പോയതാണ്. അപ്പോഴും ഞാൻ വിചാരിക്കും, നമ്മുടെ ഒരു വിഷമങ്ങളും വേദനകളും ഒന്ന് ഷെയർ ചെയ്യാൻ ഒരു ചേച്ചി അനിയത്തി നല്ലതാണല്ലേ. അത്ര ആവില്ല. നമുക്ക് ആങ്ങളമാരോട്, നമുക്ക് സഹോദരങ്ങളോട് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. സഹോദരന്മാരെ, അവരെ കുടുംബം, അവരെ ഭാര്യമാർ, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ്, അപ്പം നമുക്ക് അങ്ങനെ അവരോട് തുറന്ന് പറയാനൊരു എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ നാത്തുമാർ, അതായത് ഈ സഹോദരന്മാരെ ഭാര്യമാർ. നമ്മൾ വിചാരിക്കും നമ്മളെ ചേച്ചി, നമുക്ക് ചേച്ചി ഇല്ലെങ്കിൽ അനിയത്തി ഇല്ലെങ്കിലും അവരെല്ലാം ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാവും. എന്തായാലും അവരൊക്കെ നമുക്ക് എത്ര സ്നേഹം തന്നാലും, നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, സ്വന്തം ചോരയിൽ ഒരു ചേച്ചി ഒരു അനിയത്തിയും ഉണ്ടാവുന്ന ഒരു സുഖം നമുക്ക് വേറെ ഇല്ല അല്ലേ? ഒന്ന് വയ്യാഴിക വന്നു, നമ്മൾ വിളിക്കുക, ചേച്ചി ഒന്ന് വായോ എനിക്ക് വയ്യ എന്നൊക്കെ പറയുമ്പം നമ്മളെ കൂടെ തന്നെ കൂടെ ചേർന്നിരിക്കാൻ ചേച്ചി അനിയത്തി നല്ലതാണ്. ഇനി ഇല്ലാത്തതിൻ്റെ കാര്യം ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. നമുക്ക് ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടണം എന്നില്ലല്ലോ അല്ലേ? എല്ലാം നമുക്ക് കിട്ടില്ല. ദൈവം തരുന്നത് നമ്മൾ 2 കൈകൊണ്ടും സ്വീകരിക്കുന്നു, അത്രമാത്രം. എന്നാലും ഞാൻ ഭാഗ്യവതിയാണ്, ഞാൻ ഹാപ്പിയാണ്. എൻ്റെ സന്തോഷം ഞാൻ തന്നെ തിരഞ്ഞെടുക്കുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട ദൈവമേ എങ്ങനെ ഞാൻ ഇനി മുന്നോട്ട് പോവും, എന്തു ചെയ്യും ഞാൻ എന്ന് ചിന്തിച്ചിടത്തുനിന്നാണ് ഞാനിപ്പോൾ ഇവിടെ വരെ എത്തിയത്. അതെന്നെ വലിയൊരു ഭാഗ്യമല്ലേ? അതിനൊക്കെ കാരണക്കാരാണ് ദൈവമാണല്ല. ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മൾ വിചാരിക്കും പോലെയല്ല നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് വിചാരിക്കും നാളെ എനിക്ക് അങ്ങനെ, അല്ലെങ്കിൽ നാളെ അത് ചെയ്യണം, നാളെ ഇത് ചെയ്യണം, നാളെ. പക്ഷേ നമ്മളെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നാളെ എനിക്ക് ഇന്നൊരാളെ കാണണം, അങ്ങനെ നമ്മൾ ചിന്തിച്ചൊന്ന് കൂട്ടിക്കോ. അത് അങ്ങനെ ആ ഒരു വ്യക്തിയെ കാണണം എന്ന് ഒരു നിയോഗം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. നമ്മളെ കാര്യങ്ങൾ നമ്മളല്ല നിർണ്ണയിക്കുന്നത്. അതിപ്പോൾ നമ്മളിനിയിപ്പോൾ എന്ത് വിചാരിച്ചാലും നാളെ എന്താണ് നടക്കേണ്ടത് അത് മാത്രമേ നടക്കുള്ളൂ. നമ്മളിനിയിപ്പോൾ എന്ത്, അയ്യോ നാളെ എനിക്ക് അത് നടക്കും ഇത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനെന്താ പറയുന്നത്, നമ്മുടെ ചേച്ചി അനിയത്തി അല്ലേ, കുഞ്ഞനിയത്തി, അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിക്കുട്ടി എന്നൊക്കെ എനിക്ക് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ചേച്ചിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ചേച്ചി അനിയത്തി അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ്. ബൈ.